അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിലില്ലാഹ്. ഈമാനിന്റെ ദുർബലതയുള്ള ആളുകളുടെ മറ്റൊരു ലക്ഷണം ഇടുങ്ങിയ ചിന്താഗതിയും ഒരു ചാഞ്ചാടുന്ന മനസ്സും വല്ലാത്തൊരു വിഷാദവും അവരെ ജീവിതത്തിൽ ഉണ്ടാകും. ഏത് കാര്യത്തിൽ അവർ ഇടപെട്ടാലും ഒരു നിസ്സാര കാര്യങ്ങൾക്ക് പോലും അവർ വേഗം അസ്വസ്ഥരാകും. അവർ പെട്ടെന്ന് വിഷാദത്തിലേക്ക് അടിമപ്പെടും. ഉദാഹരണമായി, അറിയാവുന്ന ഒരു വ്യക്തി ചിരിച്ചില്ല എങ്കിൽ അവരുടനെ വിഷാദത്തിലേക്ക് എത്തും. അവർ അസ്വസ്ഥരാവും. എന്തിയോ ചിരിക്കാത്ത, ഞാൻ ചിരിച്ചിട്ടെന്തോ എന്നോട് ചിരിക്കാത്ത. പിന്നെ അതിന്റെ പേരിൽ അവൻ ചിന്തിച്ച് വേറെ വഴിക്ക് പോകും. പിന്നെ അവന്റെ മനസ്സിൽ പകങ്ങനെ കൂടും. ഇനിയോ എന്നോട് ചിരിക്കട്ടെ, ഞാൻ അപ്പൊ കാണിച്ചു കൊടുക്ക എന്നൊരു മനസ്സ് വരും. ആ വിഷാദ രോഗത്തിലേക്ക് അവൻ പ്രവേശിക്കും. പെട്ടെന്ന് അവൻ എല്ലാവരോടും പിന്നെ തെറ്റും. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് പിന്നെ തെറ്റും. പലർക്കും അത് ക്ഷമിക്കാനും ആ ദേഷ്യം നിയന്ത്രിക്കാനും സാധിക്കാതെ വരും. റോഡരികിൽ പാർക്ക് ചെയ്യുന്ന വാഹനം പിന്നിലുള്ളവൻ കാക്ക അല്ലെങ്കിൽ ഒന്ന് മുൻപോട്ടെടുക്കി, ഞാനൊന്ന് വണ്ടി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അയാൾ ചാടും. എനിക്ക് മാത്രം പോയാൽ മതി, ഞങ്ങളൊക്കെ പിന്നെ വെറുതെക്കാണോ എന്ന ഒരു ദേഷ്യത്തിലേക്ക്, അതിന്റെ നന്മകളെ പറ്റി ചിന്തിക്കാതെ പെട്ടെന്ന് ആ വിഷയത്തിൽ അസ്വസ്ഥമാകുന്ന, ദേഷ്യം വരുന്ന, പെട്ടെന്ന് തെറ്റുന്ന ഒരു മാനസികാവസ്ഥ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, നബിയേ ഔസീനി ബിൽ ജന്ന, സ്വർഗത്തിലെത്താനുള്ള ഒരു സ്വഭാവത്തെ പറ്റി നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചേരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിയോടെ പറഞ്ഞു, ലാ തഗ്ളബ്, കോപിക്കരുത്. ദേഷ്യം അടക്കാൻ എനിക്ക് കഴിവുണ്ടോ എങ്കിൽ നീ രക്ഷപ്പെടും. ഇന്ന് പെട്ടെന്ന് ആളുകൾക്ക് ദേഷ്യ, അവനവന്റെ കുറ്റങ്ങൾ പോലും മറയ്ക്കാൻ ദേഷ്യ. ഒരല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ പലതും രക്ഷപ്പെടും, പല കുടുംബവും നന്നാവും. ഒരു സെക്കൻഡ് നേരത്തേക്കുള്ള വാവിട്ട വർത്താനത്തിന്റെ പേരിൽ പിന്നെ 1000 മധ്യസ്ഥം പറഞ്ഞാലും തീരാത്ത കുടുംബ മുറിയലുകളിലേക്ക് ആ വിഷയത്തും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈമാനിന്റെ ദൗർബല്യം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു വാളെടുത്ത് റസൂലുള്ളാന്റെ കഴുത്തിന്റെ നേരെ നീട്ടി ശത്രു ചോദിച്ചു, മുഹമ്മദ്, ആര് നിന്നെ രക്ഷപ്പെടുത്തും? മുഹമ്മദ് നബി പുഞ്ചിരിയോടെ പറഞ്ഞു, അല്ലാഹു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ സമയത്ത് റസൂലുള്ള അങ്ങനെ ബേജാറായി സങ്കടപ്പെട്ട് പടച്ചമ്പുരാന് കുടുങ്ങിയല്ലോ എന്ന ബേജാറല്ല. ഒരു വിഷാദത്തിനും റസൂൽ അടിമപ്പെട്ടിട്ടില്ല. അതേ പ്രവാചകൻ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് നിലത്ത് വീണ് പതെടുത്തിട്ട് അവന്റെ കഴുത്തിന്റെ നേരെ നീട്ടിയിട്ട് ചോദിച്ചു, നിന്നെയോ മുഹമ്മദ്, നീ സ്വതന്ത്രനാ, പോയിക്കോ. അത് നിയന്ത്രിക്കാൻ പറ്റുമ്പോണ്ടാകുന്ന ഈമാനാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ഒരു ഹോണടിച്ച 10 ഹോൺ തിരിച്ചടിച്ചോനെ വെറുപ്പിച്ചിട്ടേ നമ്മൾ പോകും. ഈമാനിന്റെ ദൗർബല്യമാ, ദുർബലതയാണത്. ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ 4 പറഞ്ഞ് ജയിക്കാൻ ആവശ്യമുള്ളവൻ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവൻ ഈമാനിന്റെ ദുർബലതയാ. ഇതോടൊപ്പം തന്നെ പെട്ടെന്ന് ചാഞ്ചാടുന്ന ഒരു മനോഗതിയായിരിക്കും. പെട്ടെന്ന് വാക്ക് മാറ്റി പറഞ്ഞാലും രാവിലെ പറഞ്ഞത് വൈകുന്നേരത്തേക്ക് മാറ്റി പറയും. ഹേയ്, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, അതോൻ അങ്ങനെ ചിന്തിച്ചതായിരിക്കും, ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല. വാക്കുകൾ മാറ്റുന്നതിന്, ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്നതിന് ഒരു മടിയില്ലാത്ത ആളുകൾ കുടുംബത്തിൽ, ബന്ധത്തിൽ, മക്കളിൽ, സൗഹൃദങ്ങളിൽ, ബിസിനസ്സുകളിൽ വേഗം മാറ്റി പറയുന്ന വാക്കായിരിക്കും. എന്നിട്ട് ചിലർ ആത്മകഥം പോലെ പറയും, വാക്കല്ലേ മാറ്റാൻ പറ്റൂ, തലയൊന്നും മാറ്റാൻ പറ്റൂലല്ലോ. ഈമാനിന്റെ ദുർബലതയാ. ഇങ്ങനെയുള്ള ആളുകൾ എല്ലാ കാര്യത്തിലും ആശങ്കപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും. എന്ത് കാര്യത്തിലും ഹജ്ജ് ചെയ്യണോ, കുറച്ച് ചെയ്യട്ടെ, ഒരു ഉംറക്ക് പോയാലോ അടക്കട്ടെ, മൂത്തയിന്റെ പൊരന്നാക്കട്ടെ, ഇളയിന്റെ പൊരക്കൂടൽ നടക്കട്ടെ, ഏത് കാര്യത്തിലും അവർക്ക് ആശങ്കയായിരിക്കും. ഒന്നിലും ഒരു കൃത്യതയും ഒരു സമാധാനവും കിട്ടൂല. ഒരു വീടുണ്ടാക്കുന്ന സമയത്ത് ആരോ ഒരാൾ പറഞ്ഞു, അടുക്കള എവിടെയാ? പടിഞ്ഞാറ്. പടിഞ്ഞാറല്ലേ? ആശങ്കയായി. ബേജാറ് മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടടക്കാൻ തുടങ്ങി. ഒളിഞ്ഞും തെളിഞ്ഞും അത് പലരോടും പറയാൻ തുടങ്ങി. വീടിന് പ്ലാൻ വരച്ച മോന് പ്ലാനിന്റെ ഭംഗിയായിട്ട് വീട്ടിക്ക് വന്നിട്ട് എഞ്ചിനീയർ നാളെ വരും ഉപ്പ എന്ന് പറഞ്ഞപ്പോഴേക്കും വാപ്പ പറയാൻ തുടങ്ങി, ഇനി വേണയാ വേലായുധനാശാരിനോടൊന്ന് പറഞ്ഞാളാ. ഈമാനിന്റെ ദുർബലതയാ. ഒരാശങ്ക, ഒരു ബേജാറ്. വീട്ടിന്റെ പുറത്തേക്കിറങ്ങി കാറിന്റെ മുൻപിലൂടെ ഒരു കറുത്ത പൂച്ച കുറുകെ ഓടി. ഒരാശങ്ക മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടാവാൻ തുടങ്ങി. ഈമാനൊക്കെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് കുറച്ചങ്ങിട്ട് പോയി വളവിൽ ഓട്ടോറിക്ഷ ഒന്ന് ഒരതി വണ്ടിന്റെ മുൻഭാഗം കേടുപറ്റി. ചിന്ത ആദ്യം പോയത്, ആ പൂച്ച ചാടിയപ്പോഴേ എനിക്ക് തോന്നിയത് അത് സംഭവിക്കുന്നു.
ഈമാനിന്റെ ദുർബലതയാ, ദൗർബല്യമാ. പല നിലക്കും ആ വിശ്വാസം എപ്പോഴും നെഞ്ചിൻ്റെ ഉള്ളിൽ കൊണ്ടടക്കുന്നവരുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ 4 പെൺമക്കളുള്ളവരുടെ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കരുത് എന്ന ആശങ്ക വരെ ഇന്ന് നമ്മളിൽ പലർക്കും ഉണ്ട്. വലിയ വിശ്വാസികൾക്ക് 5 വക്ത് സമയം തെറ്റാതെ വെള്ളിയാഴ്ച 11:15 പള്ളിയിൽ വരുന്നവന്റെ മോക്ക് ആലോചന വന്നപ്പം, മകൻ ആലോചന വന്നപ്പം, 4 പെൺമക്കളുള്ള വീട്ടിലെ ഇളയ പെണ്ണിനെ കല്യാണാലോചന വന്നപ്പം വേണ്ടാന്ന് വെച്ചു. കാരണം ഉമ്മാന്റെ പാരമ്പര്യം ഇഞ്ച മോനാ കിട്ടുക എന്നുള്ള ബേജാറ്, ഇന്റെ ഒക്കെ പെൺകുട്ടികളായി പോകുമെന്നുള്ള ആശങ്ക. ഇവരും പറയുന്നു ഞാള് വലിയ മുത്തക്കീങ്ങളാണ്, ഞങ്ങൾക്ക് വലിയ ഈമാനാണ്. ഈമാനിന്റെ ദൗർബല്യമാ. ഓരോ വിഷയത്തിലും വല്ലാത്തൊരാശങ്കയായിരിക്കും, വല്ലാത്തൊരു അസ്വസ്ഥത. ആ ആശങ്ക അവരെങ്ങനെ ബേജാറാക്കും. എന്തൊക്കെയോ ആരോഗ്യവും ആയുസ്സും ഉണ്ടായിട്ടും അള്ളാന്റെ ഒരു നല്ല ചിന്തയിലേക്ക് അവരെത്തിയിട്ടുണ്ടാവില്ല. ആയിക്കോട്ടെ, അവിടെ നിൽക്കട്ടെ, എനിക്ക് ആ കാവ്യൊന്ന് കാണണം, 80,000 ഉറുപ്പ്യല്ലേ, അത് കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നല്ല. ആ 80 ഉണ്ടെങ്കിൽ ഓന വാർപ്പങ്ങ് കഴിയും എന്ന് ചിന്തിക്കുന്നൊരു ചിന്ത വേണ്ടാന്നല്ലോ. അങ്ങനത്തെ ഒരു കുടുസായ ഒരാശങ്ക ചിന്ത. ഏത് കാര്യത്തിനും ഒരു ബേജാറ്, എന്ത് കാര്യത്തിനും ഒരു മുടക്ക് ആദ്യം പറയുന്ന ഒരു മനസ്സ്, നല്ല കാര്യങ്ങൾക്ക്. മൂന്നാമത്തെ അതേപോലെയുള്ള മറ്റൊരു ലക്ഷണമാണ് ഒരു ഇടുങ്ങിയ ചിന്താഗതി. എല്ലാ കാര്യങ്ങൾക്കും ഒരു വല്ലാത്തൊരു ഇടുങ്ങിയ ചിന്താഗതി. ആ ഇടുങ്ങിയ ചിന്താഗതി പെട്ടെന്ന് ബോധ്യപ്പെടുക എങ്ങനെയാണെന്നറിയോ? മറ്റൊരുത്തൻ നന്നായ അത് അംഗീകരിക്കാൻ മനസ്സ് സമ്മതിക്കൂല. ഒരുത്തൻ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊന്ന് നന്നാവണമെന്ന് തീരുമാനിച്ച് പള്ളിക്കൊക്കെ വരാൻ തുടങ്ങി. ഓൻ പള്ളി കയറുമ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഒരു നോട്ടേക്ക്, ഇതൊക്കെ എന്താ പള്ളിയിൽ, ഇതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞത് എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന്. അങ്ങനെയുള്ള ആളുകളോട് മറ്റൊരുത്തന്റെ നന്മയിൽ, അവന്റെ സാമ്പത്തികവും ശാരീരികവും വിശ്വാസപരവുമായ അവന്റെ വളർച്ചയിൽ ഒരസൂയ, ഒരസ്വസ്ഥത. ഓൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളെ മോന് 4000 സ്ക്വയർ ഫീറ്റിന്റെ വീടുണ്ടാക്കി, നമ്മൾ പറഞ്ഞു നമുക്ക് താമസിക്കാനാണ്, ഓൻ അതിന് കഴിവുണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. ശരി, നമ്മളത് അംഗീകരിച്ചു. നമ്മൾ അയൽവാസി പാവപ്പെട്ട കൈക്കോട്ടുത്താരൻ അഹമ്മദിന്റെ മോൻ, ഓന്റെ ആ ചെറിയ കുടില് പൊളിച്ച് 3 ബെഡ്റൂമുള്ള വീടിന്റെ തറ കെട്ടിയപ്പോഴേക്കും നമുക്കൊരാശങ്ക. എന്തിനാ പോൻ അത്ര വലുതുണ്ടാക്കിയേ? എന്തിനാ ഓൻ അങ്ങനെ ഉണ്ടാക്കണ്? ഒരു ഇടുങ്ങിയ ചിന്താഗതി. ഏത് വിഷയത്തിലും ഒരു കുടുസായ മാനസികാവസ്ഥ. മറ്റുള്ളവരോട് അല്ലെങ്കിൽ അവരെന്നേക്കാൾ മുകളിലാവരുത് എന്ന് ചിന്തിക്കുന്ന. ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി, ഒരു ജമാഅത്ത് നടക്കുന്നു, വാഹനം കൊണ്ടുവന്നവൻ മറ്റാരെയും പരിഗണിക്കാതെ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തോ നിസ്കരിക്കാൻ പോയി. വണ്ടി ഇങ്ങനെ ബ്ലോക്കാകുക. ഓന്റെ സൗകര്യം മാത്രമേ നോക്കിയിട്ടുള്ളൂ. എന്റെ വണ്ടി പാർക്ക് ചെയ്യണം, ഞാൻ പാർക്ക് ചെയ്തു. പിന്നാലെ വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ? അതല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമോ? ഞാൻ കുറച്ചുകൂടി ക്ഷമിച്ച് കുറച്ച് ദൂരെ കൊണ്ടുവച്ച് 10 അടി നടന്നാലും ആ പ്രശ്നം പരിഹരിക്കപ്പെടൂലേ? ഈ ചിന്തകളൊന്നുമില്ല. എന്റെ വണ്ടി അവിടെ വെച്ചു, ഞാൻ നിസ്കരിക്കാൻ പോകും. നിസ്കരിച്ച് വരുന്നവനോട് എന്ത് പണിയാ ചെയ്തെന്ന് വെച്ചെങ്കിൽ എന്റെ പണി നോക്കി പോടാ എന്ന് പറയുന്ന ഒരു മനസ്സ്, ഒരു ഇടുങ്ങിയ ചിന്താഗതി. നമ്മളെ കാര്യം നടക്കണം, എന്റെ വിഷയമൊക്കെ ക്ലിയർ ആവണം, സ്വന്തം കാര്യത്തിന് എന്ത് നെറികേടും ചെയ്യാം, മറ്റുള്ളവൻ എന്തെങ്കിലും ചെയ്താൽ അത് വലിയ കുറ്റായിട്ട് എന്റെ താഴെ വരണം, എന്റെ താഴെ വന്നിട്ട് എന്നോട് അവർ പെരുമാറാൻ പാടുള്ളൂ, എല്ലാവരും എന്റെ താഴെ ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത. അതാണ് ഇടുങ്ങിയ മനസ്ഥിതി. അവരെന്തെങ്കിലും നന്നാവും. ഇപ്പോൾ ഒരാൾക്ക് നമ്മളോട് ശത്രുത ഉണ്ടാണ്, നമ്മളൊരാളെ ദ്രോഹിക്കണം എന്നില്ല, നമ്മളൊന്ന് നന്നായാൽ മതി. സാമ്പത്തികമായിട്ടും സ്വഭാവമായിട്ടും നമ്മളൊന്ന് നന്നായാൽ മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പായി, ദേഷ്യായി. പിന്നെ ആൾക്കാർ പറയോ ഓ നന്നാകിയേ, വെറുതെ അഭിനയിക്കുക. ഈ രീതിയിലാണ്. ഞാൻ എൻ്റെ ആളുകൾക്കിടയിൽ ഒരു തമാശ പറയാറുണ്ട്. വാപ്പ മരിച്ചപ്പം ആ മകനൊന്ന് നന്നാവണം എന്ന് തോന്നി. അവസാനവും പള്ളിയിൽ വരാൻ തുടങ്ങി. വാപ്പ മരിച്ചതിന്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ സുബഹിക്ക്, അല്ലെങ്കിൽ ആ ആഴ്ച തന്നെ സുബഹിക്കും പള്ളിയിൽ വന്നു. പള്ളി കയറിയ മുഴുവൻ ആൾക്കാരും ഓനോട് ചോദിച്ചു, ഇനി എന്താ അഹമ്മദ് എവിടാന്ന് എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കൊക്കെ ഉള്ളതാണ്, ഇനി വരാൻ പാടില്ല എന്നൊരു ചോദ്യം. ഓ നിസ്കാരം നിർത്തി. പിന്നെ ഇത് എനിക്കൊക്കെ പറ്റൂ, എന്നെ പോലത്തെ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ പറ്റൂ, ഞാൻ എല്ലാവരെയും മേലെയാണ്, ഇനി ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, എനിക്ക് പണമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, എനിക്ക് സ്ഥാനമുണ്ട്, അതുകൊണ്ട് എല്ലാവരും എൻ്റെ താഴെയാവണം എന്നൊരു ഇടുങ്ങിയ ചിന്താഗതി. അതുകൊണ്ട് ആരെ എന്തും പറയാം, എന്തു കുറ്റപ്പെടുത്തലും നടത്താം, നമുക്ക് തോന്നിയതോ എൻ്റെ പേരിൽ വിളിച്ചറിയാം. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടോ? ഈമാനിന്റെ ദുർബലതയാ. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, അൽ ഈമാൻ, ഈമാൻ എന്ന് പറഞ്ഞാൽ അസ്സബ്റു, ഒന്ന് ക്ഷമയാണ്. രണ്ടാമത്തത് വസ്സമാഹ, അത് വിട്ടുവീഴ്ചയാണ്. ഈ 2 മനസ്സും നമ്മളെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈമാനിന്റെ ദുർബലതയാ. ഇന്നും പല കുടുംബങ്ങളും, ഞാൻ എൻ്റെ ഒരുപാട് പ്രസംഗത്ത് പറയുന്നതാ, നല്ല നിസ്കാരവും നോമ്പോക്കിയ കുടുംബം നന്നാക്കൂല. കുടുംബത്തിൽ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് നന്നാക്കാൻ മുൻകൈ എടുക്കൂല.
അത് നന്നാക്കിയിട്ട് എനിക്ക് ഈ പ്രവർത്തനത്തിനൊക്കെ പടച്ചോന്റെ അടുത്ത് കൂലിണ്ടോ എന്നുള്ള ചിന്തല്ല. അതങ്ങനെ കെട്ടെ, ഞാൻ ഓന്റെ ചെലവിലൊന്നല്ലല്ലോ. ഞാൻ നാട്ടിൽ നല്ല പള്ളിക്ക് പോകുന്നവനാണ്, ഞാൻ മക്കൾ കെട്ടിച്ചവനാണ്, എനിക്ക് 2 മുറി വീട് കിട്ടാനുള്ള കടണ്ട് എന്നുള്ള ഒരു സ്വയം ചിന്ത. ഞാനൊരു വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നല് ഈമാനിന്റെ ദുർബലതയാ. പടച്ചോൻ തന്നൊരു ജീവിതം കുറച്ചു കാലം ദുനിയാവിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുത്തി ജീവിക്കട്ടെ എന്ന ചിന്തയല്ല. വിശന്നു വലഞ്ഞ പട്ടിക്ക് വെള്ളം കൊടുത്ത സഹാബത്തിന്റെ കഥ വായിച്ചോന് മറ്റൊരാളെ സഹായിക്കാൻ നേരം കിട്ടുന്നില്ല. ഉഹദിലും ഖന്തക്കിലും ഖൈബറിലും പട്ടിണി കൊണ്ട് വയറ്റത്ത് പാറ വെച്ച് കെട്ടി നിസ്കരിച്ച അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്ത ആ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയ സഹാബത്തിന്റെ കണ്ണീര് കഥകൾ പഠിച്ചോന് സ്വന്തം അയൽപ്പക്കത്തുള്ളവന്റെ പട്ടിണിക്ക് കാരണം എന്താന്ന് ചിന്തിക്കാൻ നേരല്ല. ഓൻ വയറ് നിറച്ച് കഴിക്കുന്നുണ്ടോന്ന് ആലോചിക്കാൻ നേരല്ല. നമ്മൾ പറയാ നമ്മൾ ഭയങ്കര മുത്തക്കിങ്ങളാ, ഞാൻ പള്ളിക്കൊക്കെ പോലുണ്ട്, ഞാൻ ഭയങ്കര ദീനാണ് എന്ന്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദീൻ എന്നാൽ, ഈമാൻ എന്നാൽ അത് മസാഹത്തും കൂടിയാ. അഥവാ നിങ്ങളൊന്ന് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണം. അത് ചെയ്യാത്തോൻ ദീനാന്ന് പറഞ്ഞിട്ട് പടച്ചോന്റെ മുൻപിൽ വേഷം കെട്ടാൻ പാടില്ല. ഓരോ വിഷയത്തിലും നമ്മൾ ആശങ്കപ്പെടണ്ട. ഏത് കാര്യത്തിലും അള്ളാന്റെ തവക്കുൽ ചെയ്താണോ മുൻനിർത്തി തീരുമാനമെടുക്കുന്നത്, പടച്ചോൻ അത് സഹായത്തിനുണ്ടാകുന്ന. ഒരിക്കലും അത് നിങ്ങൾക്ക് നഷ്ടാവൂല. അതുകൊണ്ട് ഒരു കുറവും പടച്ചോൻ നിങ്ങൾക്ക് വരുത്തൂല. നമ്മൾ പലപ്പോഴും പറയാറില്ല, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പോലും പറഞ്ഞൊരു കഥ ഉണ്ട്, എന്റെ അനുഭവത്തിൽ ഉണ്ടായ ഒരു കഥയാ. ഉമ്മാനെ നോക്കാൻ വേണ്ടിയിട്ട് വാപ്പ മരിച്ചപ്പം 3 ലക്ഷത്തിന്റെ ജോലി ഒഴിവാക്കി നാട്ടിക്ക് വന്ന ചെറുപ്പക്കാരനാ. 9 മാസം മാനെ പൊന്നോല നോക്കി ഉമ്മ മരിച്ചു. മരിക്കുന്നതിന്റെ സെക്കൻഡ് മുൻപ് മകന്റെ കൈ പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ അടുത്ത ജന്മത്തിലും പടച്ചോൻ എനിക്കൊരു കുടുംബം തരികയാണ്, എന്നെ മോനായിട്ട് ഞാൻ ചോദിക്കും. ഇന്നും ആ മോൻ സന്തോഷത്തോടെ പറയുന്നത്, എന്റെ 3 ലക്ഷത്തെക്കാളിലും 3 കോടിയേക്കാളും എനിക്ക് ഏറ്റവും സമാധാനം എന്താണെന്നറിയോ, എന്റെ അമ്മ പറഞ്ഞ അവസാനത്തെ വാക്കാ. അതാണ് തീരുമാനം, അതാണ് ചിട്ട. ആ രീതിയിലൊരു തീരുമാനത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുക. അല്ലെങ്കിൽ അത് അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അത് അങ്ങോട്ട് തീരുമാനം എടുത്തു എന്ന് പറയാ ഇല്ല. ചില ആളുകൾ വേഗം വാക്ക് മാറ്റി പറയും. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുതരാം. പള്ളിന്റെ മുൻപിൽ സ്ഥലമുണ്ട്, ആ സ്ഥലത്തൊരു 3 മുറി പീടി ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഉണ്ടാക്കി അതിന്റെ എല്ലാ വാർപ്പും കഴിയുന്നത് വരെ പറഞ്ഞു, ഞാൻ ഒരു കട മുറി എനിക്ക് 2 ഞാൻ പള്ളിക്കും തരും. എല്ലാവരും ആഹ്ലാദത്തിലും ആവേശത്തിലുമായി. അവസാനം വീണ്ടും അതിന്റെ വാർപ്പൊക്കെ കഴിഞ്ഞ് മേലേക്ക് എടുക്കാൻ തുടങ്ങിയാലും പറഞ്ഞു, താഴത്ത് 3 എനിക്ക് വേണം, മേലത്ത് നിങ്ങൾക്ക് തരാം. മേലത്തേന്റെ പണിയും കഴിഞ്ഞ് അതിന് 2 വാടകക്കാർ വന്നപ്പോൾ താഴത്തും ഇല്ല മേലത്തും ഇല്ല. ചോദ്യത്തിന്റെ ഉത്തരത്തിന് എന്തായി, അന്നങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മല്ല, അതിപ്പോ എനിക്ക് മക്കളോട് മറ്റുള്ളവരൊക്കെ ചോദിക്കാണ്ട്. പിന്നെന്തേ ആദ്യം അങ്ങനെ പറഞ്ഞ് പ്രശ്നമില്ലാണ്ട് കാര്യം മുന്നോട്ട് പോകണം, പ്രയാസങ്ങളൊന്നും ഉണ്ടാണ്ട് പണി അടക്കണം. പറഞ്ഞ വാക്കിന് വില കൊടുക്കാത്ത, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ, ഈമാനിന്റെ ദുർബലതയാണത്. ഈമാൻ ഒരു വിലയില്ല മനസ്സിൽ. ഹുദൈബിയ സന്ധി എന്ന ഇസ്ലാമിക ചരിത്രത്തിലെ പകരം വെക്കാനില്ലാത്ത ഒരു സന്ധിയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് തന്റെ 1000കണക്കിന് സഹാബത്തിന്റെ കൂടെ ഉംറ നിർവഹിക്കാൻ മക്കയിലേക്ക് പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് അവരെ ശത്രുക്കളായ അഥവാ പ്രവാചകന്റെ കുടുംബക്കാരെ തന്നെ തടയുകയും ഖുറൈശ് ഗോത്രക്കാർ ഒരുമിച്ചുകൂടി അന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. മുഹമ്മദ് നബി ഈ കൊല്ലം തിരിച്ചു പോകണം. 2ാമത്തെ തീരുമാനം, മക്കയിൽ നിന്ന് ആരെങ്കിലും മദീനയിലേക്ക് വന്നാൽ അവരെ തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാലോ തിരിച്ചയക്കുകയുമില്ല, ചെയ്യാൻ പാടില്ല. പ്രത്യക്ഷത്തിൽ ഇസ്ലാമിനെതിരാണെന്ന് തോന്നിയ ആ തീരുമാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ഓക്കെ, സന്ധി ഞങ്ങൾ അംഗീകരിച്ചു. പറഞ്ഞു തീരുമ്പോഴേക്കും കയ്യും കാലും നിറയെ ചങ്ങലകളുമായി അബൂജുന്ദൽ എന്ന സ്വഹാബി ഓടിക്കതച്ച് റസൂലുള്ളാഹിന്റെ മുൻപിൽ വന്ന് പറഞ്ഞു, റസൂലേ ഞങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകണം. മധ്യസ്ഥം വഹിക്കുന്ന അഥവാ കരാർ എഴുതുന്ന സുഹൈലിന്റെ മകനാണ് ഈ അബൂജുന്ദൽ. ശത്രുഭാഗത്ത് ശത്രു നേതാവായിരുന്ന സുഹൈലിന്റെ മകൻ. അബൂജുന്ദലിന്റെ കണ്ണീരും അബൂജുന്ദലിന്റെ മാരക മുറിവുകളും കണ്ട് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ നമുക്ക് അബൂജുന്ദലിനെ കൊണ്ടുപോകാം. റസൂൽ പറഞ്ഞു, ഇല്ല ഉമറേ, വാക്കൊന്നേയുള്ളൂ. സുഹൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, മുഹമ്മദ് താങ്കൾ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാകണം. റസൂലുള്ള പറഞ്ഞു, അബൂജുന്ദൽ വാപ്പാന്റെ കൂടെ തിരിച്ചു പോയിക്കോ. വീണ്ടും അബൂജുന്ദലിനെ വാപ്പ തല്ലി മക്കയിലേക്ക് ഓടിക്കുമ്പം സഹാബാക്കൾ പോലും കരഞ്ഞുപോയിട്ടുണ്ട്. പക്ഷെ ആ തീരുമാനം ഇസ്ലാമിക ലോകത്ത് എത്ര നല്ലൊരു തീരുമാനമായിരുന്നു. അന്ന് ആശങ്കപ്പെട്ട ഒരു ആശങ്കക്കും അത് കാര്യമായില്ല എന്നുള്ളത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ വീണ്ടും ആ ഒരു അവസ്ഥയിലേക്ക് മക്ക ഒന്നടങ്കം അത് ആ വാർത്ത പരന്നു. മക്കയിൽ ഓരോരുത്തരും മുഹമ്മദ് നബിയിൽ വിശ്വസിക്കാൻ തുടങ്ങി. കാട്ടുതീ പോലെ ഇസ്ലാം പടരാൻ തുടങ്ങി.
ഇസ്ലാം മതം സ്വീകരിച്ച പലരും മദീനയിലേക്ക് റസൂലുള്ളാന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. പക്ഷേ കരാറിന്റെ അടിസ്ഥാനത്തിൽ അവരെ മദീനയിലേക്ക് സ്വീകരിക്കാൻ പാടില്ല. മദീനയിൽ നിന്ന് പ്രവാചകൻ അവരെ തിരിച്ചയച്ചു. അവർ തിരിച്ച് മക്കയിലേക്ക് പോയില്ല. മക്കയുടെയും മദീനയുടെയും പകുതി വഴിക്കുള്ള അവർക്ക് താമസിക്കാൻ പറ്റുന്നൊരു ഭാഗത്ത്, അഥവാ ജനവാസയോഗ്യമായ ഒരു ഭാഗത്ത് അവർ തമ്പടിച്ചു. ഒരു കുടുംബം 10 100 അങ്ങനെ തമ്പടിച്ചിരുന്ന പല ആളുകളും പിന്നീട് മക്കയിലേക്ക് പോകാതായി, മദീനയിലേക്കും പോകാതായി. മക്കയിൽ നിന്നും കച്ചവടാവശ്യാർത്ഥവും മറ്റു പല കാരണത്തിനും വേണ്ടി ദീർഘയാത്ര നടത്തുന്ന ആളുകളുടെ കച്ചവട സമ്പത്തുകൾ ഈ സഹാബാക്കൾ അവരിൽ നിന്നും പിടിച്ചെടുത്ത്, അഥവാ അവർക്ക് ജീവിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇവരെ കൊണ്ട് മക്കക്കാർ പൊറുതിമുട്ടി. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ തിരിച്ചു വന്നു പറഞ്ഞു, മുഹമ്മദേ അവരെ കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്ക് ആ തീരുമാനം വേണ്ട. അവരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ആ തീരുമാനം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാറി. ആലോചിച്ചു നോക്കി, ആ ഹുദൈബിയ സന്ധിയിൽ ഒരു ആശങ്കയില്ലാണ്ട് ഒപ്പുവെച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഒരു സമാധാനമാണത്. ഇന്നൊരു തീരുമാനം എടുക്കുന്നിടത്ത് എന്തൊക്കെ ആശങ്കകളെ, എന്തൊക്കെ ചിന്തകളാ, 100,000 ചിന്തകൾ. ഞാൻ തമാശക്ക് വേണ്ടി പറയാറുണ്ട്, 10ാം ക്ലാസ് കഴിഞ്ഞോന ഏതെങ്കിലും ഒരു അറബി കോളേജിലാക്കുന്നതിന് ഒരു 100 ദിവസം ചിന്തിക്കാണ്ടാവും. ആക്കണോ ആക്കണ്ടേ, പോക്കണോ പോക്കണ്ടേ, കൊണ്ടുപോയി ആക്കണോ ആക്കണ്ടേ, എന്നിട്ട് അവസാനം അറബി കോളേജ് വേണ്ടാന്ന് തീരുമാനിക്കും. അങ്ങനെ കേരളത്തിൽ എല്ലാ വാപ്പാരും കൂടി തീരുമാനിച്ചിരുന്നെങ്കിലേ ഇന്ന് പ്രസംഗിക്കാൻ ബംഗാളികളെ വിളിക്കേണ്ടി വരുന്നു. ചില വാപ്പാരെങ്കിലും എടുത്ത തീരുമാനത്തിൽ, ആശങ്കല്ലാതെ എടുത്ത തീരുമാനം കൊണ്ടാ ഇന്നും കേരളക്കരയിലെ പല മെമ്പറുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് വാപ്പാർ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. എന്നാൽ സ്വന്തം മകന്റെ ഡിഗ്രിയുടെ വലുപ്പം പറഞ്ഞ് ആഫ്രിക്കയിലും അമേരിക്കയിലും ഇരുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവൻ നാട്ടിലെ വാപ്പാന്റെയും ഉമ്മാന്റെയും അവസ്ഥ എന്താണെന്നറിയാണ്ട് ജീവിക്കാനും തുടങ്ങി. കുറ്റല്ലട്ടോ, കുറ്റപ്പെടുത്തലും അല്ല. ഒരു കാലഘട്ടത്തിൽ പവറും കുളൂസും പറഞ്ഞു നടന്ന പല വാപ്പാരും ഇപ്പൊ എന്തു പറയണം എന്നറിഞ്ഞുകൂടാണ്ട് തലയും കുമ്പിട്ട് നടക്കുക. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, ഒരു തീരുമാനെടുക്കാൻ എല്ലാ കാര്യത്തിലും ഒരാശങ്ക, ഒരു ഇടുങ്ങിയ ചിന്താഗതി, എന്തിനെ തൊട്ടും വിഷാദം, ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ദേഷ്യം, ആളുകേറ്റ് പെട്ടെന്ന് പിണങ്ങുക, എന്ന ആൾക്കാരെ മുൻപിൽ നല്ല ദീനിയ എന്ന് ചിന്തിപ്പിക്കുക. ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, അത് ഈമാനിന്റെ ദുർബലതയാണ്.